ഹായ് ഓൾ, വെൽക്കം ടു ഹൈംസ് അക്കാഡമി. അങ്ങനെ നമ്മളുടെ സെറ്റ് എക്സാമിൻ്റെ ഒഫീഷ്യൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതോടുകൂടി നമുക്ക് ഏകദേശം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും നമ്മളുടെ എക്സാം നമ്മൾ പാസ്സാവുകയോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് നോക്കി നമ്മളുടെ ആൻസേഴ്സ് വിലയിരുത്തുക. ദെൻ നമുക്ക് എന്തെങ്കിലും നമുക്കൊരു അതിൻ്റെ അകത്ത് ഡൗട്ട്സ് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ആൻസർ അതല്ല എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ചലഞ്ച് ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും അത് നിങ്ങൾ യൂസ് ചെയ്യണം. കാരണം പലരുടെ ആ ഒരു റിക്വസ്റ്റ് ചെന്നെങ്കിൽ മാത്രമാണ് അതിനകത്തൊരു മാറ്റമൊക്കെ വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അത് തീർച്ചയായിട്ടും ചലഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് ചലഞ്ച് ചെയ്യണം. ദെൻ അതുപോലെ തന്നെ ഇനി അടുത്ത എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നവർ നമുക്ക് നമ്മുടെ ഹൈംസ് അക്കാഡമിയുടെ ക്ലാസ് നമ്മൾ ഫെബ്രുവരി 1st വീക്കിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ആദ്യം അപ്ലൈ ചെയ്യുന്ന 50 പേർക്ക് നമ്മൾ ഫീസ് ഇളവോടുകൂടി, അല്ലെങ്കിൽ അതിന് നമുക്കൊരു 10% എങ്കിലും നമ്മുടെ ഫീസിൽ റിഡക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ആദ്യത്തെ 50 പേർക്ക് ജനറൽ പേപ്പർ കാറ്റഗറിയിലേക്ക് ആഡ് ചെയ്യുന്നവർക്ക്. ദെൻ അതുപോലെ തന്നെ നമ്മുടെ കൊമേഴ്സ് പേപ്പറിനും വളരെ കുറഞ്ഞ ഫീസിലാണ് നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹൈംസ് അക്കാഡമിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഫെബ്രുവരി 1 മുതൽ നമുക്ക് അടുത്ത ജൂലൈയിലെ എക്സാമിന് വേണ്ടി കൃത്യമായിട്ട് വ്യക്തമായിട്ടും കാര്യങ്ങൾ പഠിച്ച് മുൻപോട്ട് പോകാനായിട്ട് പറ്റും. നമുക്കറിയാം നല്ല രീതിയിലുള്ള പ്രിപ്പറേഷൻ നമുക്ക് ഇനിയുള്ള എക്സാമിന് ആവശ്യമായിട്ടുണ്ട് എന്നുള്ളത്. അതിന് അത്രമാത്രം ഒരു ക്വാളിറ്റി നമ്മളുടെ എക്സാമിന് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കാൻ അതുപോലെ തന്നെ നമ്മളുടെ ഹൈംസ് അക്കാഡമിയിൽ നമുക്കൊരു ആപ്പ് ഉണ്ട്. ആപ്പ് വഴിയാണ് നമ്മൾ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം നമ്മൾ റെക്കോർഡ് സെക്ഷൻസ് ആണ് കൂടുതലും പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ ആ ഒരു റെക്കോർഡ് സെക്ഷൻ ഒരു 1 വീക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പം അതിൻ്റെ ഒരു ലൈവ് സെക്ഷൻ പ്ലസ് അതിൻ്റെ എക്സാം, ഈ രീതിയിൽ വീക്ക്ലി എക്സാംസ് ഉണ്ടാവും. ഈ രീതിയിലാണ് നമ്മൾ മുൻപോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ കറണ്ട് അഫയേഴ്സും ഒരേ സമയത്ത് തന്നെ കണ്ട് അതും പഠിച്ചാണ് പോകുന്നത്. നമുക്കറിയാം കറണ്ട് അഫയേഴ്സിനും ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്, GK ഏരിയയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി നമ്മൾ പഠിച്ചാണ് പോകുന്നത്. ദെൻ കൊമേഴ്സ് പേപ്പറിൻ്റെ കേസിൽ വരുമ്പോഴും നമുക്കറിയാം 6 യൂണിറ്റാണുള്ളത്. 6 യൂണിറ്റിലും 5 മൊഡ്യൂൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ മൊഡ്യൂളും കൃത്യമായിട്ട് കണ്ട് അതിനെ ഓരോ ക്വസ്റ്റ്യൻസും മനസ്സിലാക്കി പഠിച്ച് അതിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തതിന് ശേഷം അതിൻ്റെ എക്സാം ലൈവ് സെക്ഷൻ ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ ആ ഒരു കൊമേഴ്സിൻ്റെ ക്ലാസ്സിനെയും മുൻപോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കാൻ വളരെ ചെറിയ ഫീസിൽ നല്ല കൃത്യതയോടുകൂടി കാര്യങ്ങൾ പഠിച്ച് നമുക്ക് എക്സാം പാസ്സാവാനായിട്ട് നിങ്ങൾക്ക് ഹൈംസ് അക്കാഡമിയുടെ സെറ്റ് കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാം. അപ്പം ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.